ബിയോണ്ട് ദ ഹെഡ്ലൈൻസിലേക്ക് വീണ്ടും സ്വാഗതം. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് രംഗം സജീവമായി നിരീക്ഷിച്ച കേരളത്തിലെ ഏതാനും പ്രമുഖ മാധ്യമപ്രവർത്തകരുടെ വീക്ഷണത്തിൽ കേരളം ആർക്കൊപ്പം എന്നന്വേഷിക്കുകയാണ് ബിയോണ്ട് ദ ഹെഡ്ലൈൻസ്. ആദ്യം ജനശ്രദ്ധ ആകർഷിച്ച പ്രചരണ വിഷയങ്ങളെക്കുറിച്ച്. ഈ തെരഞ്ഞെടുപ്പ് രണ്ട് തലത്തിലാണ് ഒരു മത്സരമായി മാറിയിട്ടുള്ളത്. ഒന്ന് സംസ്ഥാന വ്യാപകമായിട്ടുള്ള ചില വിഷയങ്ങൾ, ഒരുപക്ഷെ അതിനേക്കാളും പ്രധാനമായി മണ്ഡലാടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങൾ. മുൻകാലങ്ങളിലൊന്നും കാണാത്തൊരു തരത്തിലും തോതിലുമാണ് ഇന്ന് മണ്ഡലം സംബന്ധിയായിട്ടുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമായിട്ടുള്ളത്. അതൊരു വലിയ അളവിൽ സംസ്ഥാന തലത്തിലെ വിഷയങ്ങളെ അപ്രസക്തമാക്കുന്ന തലത്തിൽ പോലും പല മണ്ഡലങ്ങളിലും എത്തിയിട്ടുമുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം ഈ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച MLAമാർ വീണ്ടും മത്സരിക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെ അവരുടെ 5 വർഷത്തെ പെർഫോമൻസ് അതൊരു വലിയ ചർച്ചാ വിഷയമായി ഇന്ന് മാറിയിട്ടുണ്ട്. അത് വലിയൊരളവിൽ കേരളത്തിൽ വളർന്നു വരുന്ന അരാഷ്ട്രീയതയുടെ ലക്ഷണം കൂടിയാണ്. ആ അരാഷ്ട്രീയതയുടെ നടുവിൽ വേണം കേരളത്തിൽ സംസ്ഥാന വ്യാപകമായ രാഷ്ട്രീയ വിഷയങ്ങൾ എത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് പരിശോധിക്കാൻ. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിഷയങ്ങൾ വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നാണ്. വികസനം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ ഇപ്പം UDF ആണ് അത് പ്രധാനപ്പെട്ട വികസനത്തിൻ്റെ വക്താക്കളായിട്ട് ഉന്നയിച്ചിരിക്കുന്നത് UDF ആണ്. അതോടൊപ്പം തന്നെയാണ് ഈ UDF തന്നെ മദ്യവിരുദ്ധ അവരുടെ മദ്യനിരോധന നടപടികളും ഒരു പ്രധാനപ്പെട്ട ജനസേവനപരമായിട്ടൊരു നടപടിയായിട്ട് അവർ ഉന്നയിച്ചിരിക്കുന്നു. അതും ചർച്ചാ വിഷയമാവുന്നുണ്ട്, വികസനവും ചർച്ചാ വിഷയമുണ്ട്. അതോടൊപ്പം അല്ലെങ്കിൽ അത്ര തന്നെ പ്രാധാന്യത്തോടു കൂടിയാണ് പ്രതിപക്ഷം അഴിമതിക്കെതിരായിട്ടുള്ള ശബ്ദം വരുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടത് വികസനമൊന്നുമല്ല, അതിനേക്കാളേറെ അഴിമതിയാണ്. സ്വാഭാവികമായിട്ട് ഈ 3 വിഷയങ്ങളിലായിരിക്കാം ജനങ്ങളുടെ തീർപ്പുകളുണ്ടാകുന്നത്. BJP ആയാലും LDF ആയാലും ഉയർത്തുന്ന പ്രധാന പ്രശ്നം അഴിമതി തന്നെയാണല്ലോ. പ്രത്യേകിച്ചും ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്ത് എടുത്ത ചില തീരുമാനങ്ങൾ, അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി നൽകുന്ന വിശദീകരണം തീരെ വിശ്വാസയോഗ്യമല്ല. കാരണം തീരുമാനങ്ങളിലൊന്നും തകരാറില്ല എന്നും പക്ഷേ അത് പിൻവലിച്ചത് അത് വിവാദമായത് കൊണ്ടാണ് എന്നും പറയുന്നത് എത്ര കണ്ട് ജനങ്ങൾ സ്വീകരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കും. ജനങ്ങളെ മനസ്സിൽ ജനങ്ങൾ ഏറ്റവും ചർച്ച ചെയ്ത വിഷയം അഴിമതി എന്നാണ് എനിക്ക് തോന്നുന്നത്. BJPയുടെയും സഖ്യകക്ഷികളുടെയും സാന്നിധ്യം ഇക്കുറി കേരളത്തിൽ സജീവ ചർച്ചാ വിഷയമായി. SNDP യൂണിയൻ മുൻകൈയെടുത്ത് രൂപീകരിച്ച BDJS എന്ന രാഷ്ട്രീയ കക്ഷി BJPയുമായി തോളോട് തോൾ ചേർന്ന് മത്സരിക്കുന്നത് എന്ത് ഫലമാണ് ഉണ്ടാക്കുക എന്നത് ജനങ്ങൾ താൽപ്പര്യത്തോടെ അന്വേഷിക്കുന്നുണ്ട്. ഈ സഖ്യം UDF LDF മുന്നണികളുടെ സാധ്യതകളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. ഇന്നലെ വരെ BJP തനിച്ചാണ് ഏതാണ്ട് കേരളത്തിൽ മത്സരിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ BJP തനിച്ചല്ല, BJPക്കൊപ്പം അതിനെപ്പോലെ തന്നെയുള്ള ചില പ്രസ്ഥാനങ്ങളും കൂടിയുണ്ട്. ഒന്ന് ഏറ്റവും പ്രധാനം BDJS തന്നെയാണ്. ഇപ്പോൾ ഞാൻ പത്തനംതിട്ട ജില്ലയിൽ പോയിരുന്നു. അവിടുത്തെ ചില മണ്ഡലങ്ങളിൽ SNDPയുടെ താലൂക്ക് യൂണിയൻ്റെ ഭാരവാഹികൾ BDJSൻ്റെ സ്ഥാനാർത്ഥികളായിട്ട് രംഗത്തുണ്ട്. ആ നിയോജകമണ്ഡലങ്ങളിലൊക്കെ തന്നെ SNDP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ 60-70% പേര് ഈ രംഗത്ത് NDAയുടെ ഒപ്പം ഇന്ന് മത്സര രംഗത്ത് അല്ലെങ്കിൽ പ്രവർത്തന രംഗത്തുണ്ട്. 1, 2, 5 സീറ്റിൽ ഒതുങ്ങുകയല്ല അവരുടെ ലക്ഷ്യം. അവർ പ്രഖ്യാപിക്കുന്ന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഭരണം, അല്ലെങ്കിൽ ഭരണത്തോടെടുക്കുന്ന ഭൂരിപക്ഷം, അല്ലെങ്കിൽ നിയമസഭയിൽ ഒരു ശക്തിയാവുക. ഇതൊന്നും ഏതായാലും നടക്കില്ല. നിയമസഭയ്ക്കകത്ത് ഒരു ഭൂരിപക്ഷം നേടി മുഖ്യമന്ത്രി കസേര കൈപ്പറ്റുക എന്നുള്ള കാര്യം അസാധ്യം. നിയമസഭയിൽ ഒരു ശക്തിയാവുക എന്നുള്ള കാര്യവും അസാധ്യം. പിന്നീട് അക്കൗണ്ട് തുറക്കുക എന്ന മിനിമം ലക്ഷ്യം, 1, 2, 3 സീറ്റ്, 4, 5 സീറ്റ്, അവരൊക്കെ പറയുന്നത് അത് കൂടുതലാണ്. എങ്കിലും ആ സീറ്റ് കിട്ടുക എന്നത് പോലും വളരെ 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 ദുർഘടമായ, വളരെ ഒരു വലിയ ഉയർന്ന ഒരു ലക്ഷ്യമാണ്. തീർച്ചയായിട്ടും BJPയുടെ പ്രവർത്തനം കണ്ടാൽ ഏതാണ്ട് വലിയ കാര്യം സാധിക്കും എന്ന് തോന്നും.
പക്ഷേ യഥാർത്ഥത്തിൽ ലക്ഷ്യം അത്രയ്ക്ക് അടുത്തെത്തുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉള്ള പിന്തുണയുള്ള NDA പിന്തുണയുള്ള ഒരുപാട് ആളുകൾ വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ട്. പലരും എന്തായാലും NDA ജയിക്കാൻ പോകുന്നില്ലല്ലോ, പിന്നെ അതുകൊണ്ട് വോട്ട് വേറെ ആർക്കെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത്തരം വോട്ടുകൾ പലപ്പോഴും UDF ചെയ്ത വോട്ടുകളുണ്ട്, LDF ചെയ്ത വോട്ടുകളുണ്ട്. അത് ഓരോ സ്ഥലത്തെയും സ്ഥാനാർത്ഥികളുടെയും മറ്റ് ഘടകങ്ങളും കക്ഷി ഏത് മുന്നണിയാണ് ഭരിക്കുന്നതെന്ന് നോക്കിയിട്ടാണ് അവർ വോട്ട് ചെയ്തിട്ടുണ്ടാവുക. ആ ആളുകൾ ഇത്തവണ ആർക്ക് വോട്ട് ചെയ്യുമെന്ന് വെച്ചാൽ ഇത്തവണ അവർ തീർച്ചയായിട്ടും അവർ NDAക്ക് വോട്ട് ചെയ്യും. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും NDAക്ക് വമ്പിച്ച തോതിൽ വോട്ട് വർദ്ധിക്കാനുള്ളൊരു കാരണം നേരത്തെ വോട്ട് ചെയ്യാതിരുന്നവർ കൂടി വലിയൊരു വിഭാഗം ആളുകൾ അവരുടെ സ്ഥാനാർത്ഥിക്ക് തന്നെ ഇവർ വോട്ട് വിറ്റു എന്നൊക്കെ സാധാരണ പറയുന്നുണ്ട്. വോട്ട് വിൽക്കണമെന്നൊന്നുമില്ല, അല്ലാതെ തന്നെയും ആളുകൾ പിന്നെ വോട്ട് ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യാം, അതിന് വോട്ട് വിറ്റുകൊള്ളണമെന്നില്ല. ഇത്തവണ അവരൊക്കെ വോട്ട് ചെയ്യും. അപ്പോൾ അത് അപ്പോഴും പിന്നെ NDA വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഏറ്റവും വിരോധമുള്ള സ്ഥാനാർത്ഥികൾ, ഏറ്റവും വിരോധമുള്ള പാർട്ടികൾ, അവരുടെ വർഗീയ സ്വഭാവത്തിന് വിരുദ്ധമായിട്ടുള്ള ഘടകങ്ങളുള്ള പാർട്ടികൾ, അവരോടൊപ്പം നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ ഗ്രൂപ്പുകളുടെ ആ തരത്തിലുള്ള ഗ്രൂപ്പുകളുടെ താല്പര്യങ്ങൾ, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഓരോ മണ്ഡലത്തിലും ആർക്കാണ് അതിൻ്റെ ദോഷം ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് പറയാൻ പറ്റും. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കുന്ന മറ്റൊരു വിഷയം വർഗീയതയാണ്. വർഗീയത എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ വളരെയധികം ഭീതിയിലാണ് കഴിയുന്നത്. ഈ ഗവൺമെൻറ് വന്ന ശേഷം സംഘപരിവാറിൻ്റെ പല ഗ്രൂപ്പുകളിനിടയിൽ നിന്നും ഉണ്ടായിട്ടുള്ള അക്രമങ്ങൾ, ഈ അക്രമങ്ങളൊക്കെ ഒന്നുകിൽ സർക്കാർ അതിനെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ മൗനം കൊണ്ട് അതിനെ ശരിവെക്കുകയോ ചെയ്യുന്ന ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ജനങ്ങളെ അങ്ങേയറ്റം വിഷമത്തിലാക്കുന്നുണ്ട്. വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് BJPയുടെ അടുത്ത് നിൽക്കുന്നില്ല എന്ന് എല്ലാവരും ആക്ഷേപിച്ചിരുന്ന ഒരു വിഭാഗമാണ് ഈ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്സ്. പക്ഷേ ഈ വനവാസികൾക്കിടയിൽ, ആദിവാസികൾക്കിടയിൽ സംഘപരിവാറിന് നല്ല പ്രവർത്തനമുണ്ട് വർഷങ്ങളായിട്ട്. പ്രത്യേകിച്ച് അട്ടപ്പാടിയിലും ആ പോക്കറ്റ്സിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോക്കറ്റ്സിൽ അവർക്ക് സംഘടനാ പ്രവർത്തനമുണ്ട്. അതിൻ്റെ കൂടെ ഈ ജാനുവിൻ്റെയൊക്കെ വരവ് വലിയ ഇംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും എന്നാണ് വിചാരിക്കേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി നേരിട്ടാൽ അത് ഭാരതീയ ധർമ്മജനസേന എന്ന പാർട്ടിയുടെ അന്ത്യമാവും. അതോടൊപ്പം തന്നെ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വലിയ തിരിച്ചടിയുമാവും. പ്രചാരണ രംഗത്തെ NDAയുടെ ശക്തമായ സാന്നിധ്യം ന്യൂനപക്ഷ വോട്ടർമാരെ ഏതു തരത്തിൽ സ്വാധീനിക്കും എന്നാണ് ഇനി അന്വേഷിക്കുന്നത്. തീർച്ചയായും ഇത് ന്യൂനപക്ഷ സമുദായങ്ങളിൽ പരമ്പരാഗത വോട്ടിംഗ് രീതിക്ക് അപ്പുറത്തേക്കുള്ള ചിന്തകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് നിരീക്ഷകരുടെ അഭിപ്രായം. മലബാർ മേഖലയിൽ മുസ്ലിം സമുദായത്തിൽ ഇടതുപക്ഷത്തിനോട് പ്രകടമായ ഒരു ചായ്വ്, നേരിയതാണെങ്കിലും പ്രകടമായൊരു ചായ്വ് ഞാൻ പരക്കെ കാണുകയുണ്ടായി. എന്നാൽ മധ്യ കേരളത്തിൽ UDFനോട് അനുകൂലിച്ചാണ് പൊതുവേ ക്രിസ്ത്യൻ മതവിഭാഗം, ക്രിസ്ത്യൻ മാസസ് നിലകൊള്ളുന്നത്. വർഷങ്ങളായിട്ടുള്ള നിലപാടതാണ്. എന്നാൽ ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിലെ പുരോഹിത വർഗം, മെത്രാന്മാരാവട്ടെ പുരോഹിതന്മാരാവട്ടെ, അവർക്കൊക്കെ CPMനോട്, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തോടെന്നല്ല CPMനോടൊരു ചായ്വ് കാണുന്നുണ്ട്. അപ്പോൾ അച്ഛന്മാരെ പലരോടും നമുക്ക് സംസാരിക്കുമ്പോൾ ഇനി ഇടതുപക്ഷം വരട്ടെ എന്നൊരു ചിന്ത അവർ പറയുന്നത് കാണാം. അതൊന്നും ക്രിസ്ത്യൻ മാസിലേക്ക് ഇറങ്ങിയെന്ന് പറയാനാവില്ല. എങ്കിലും കുറേ ദിവസങ്ങളുണ്ടല്ലോ. എൻ്റെ ബലമായ സംശയം ക്രിസ്ത്യൻ സമുദായത്തിൽ ഒരു ചർച്ച BJP വന്നാൽ എന്ത്, നമുക്ക് അപകടമാവില്ലേ എന്നൊരു സംസാരം ക്രിസ്ത്യൻ സമുദായത്തിൽ ഉണ്ടാവുന്നുണ്ട്. അത് എന്തുമാത്രം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് പറയാറായിട്ടില്ല. മുസ്ലിം സംഘടനകളും മുസ്ലിം ജനവിഭാഗവും തമ്മിലൊരു വ്യത്യാസം കാണേണ്ടതുണ്ടെന്ന് കരുതുന്നു. കാരണം മുസ്ലിം സംഘടനകളെ നിയന്ത്രിക്കുന്നത് അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. കാരണം കാന്തപുരം തോൽപ്പിക്കാനും പറഞ്ഞത് BJPയുടെ സ്ഥാനാർത്ഥിയല്ല, മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ മുസ്ലിം സംഘടനകളെ സംബന്ധിച്ചിടത്തോളം BJP ഒരു വലിയ ഒരു ഭീഷണിയായി കാണുന്നുണ്ടോ എന്നറിയില്ല. നേരത്തെ ഉണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ ഹിന്ദു വോട്ട് കിട്ടിക്കൊണ്ടിരുന്ന വിഭാഗം ശരിക്കും പറഞ്ഞാൽ LDF ആണ് കേരളത്തിൽ. ഏറ്റവും കൂടുതൽ ഹിന്ദു വോട്ട് 70% ഹിന്ദു വോട്ട് LDFന് കിട്ടുന്നു എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മാത്രം പരിഗണിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആ ഹിന്ദു വോട്ട് NDAക്ക് പോകുമ്പോൾ അത് നഷ്ടപ്പെടുക LDFനാണ് എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് തിരഞ്ഞെടുപ്പുകളിൽ ഒരു വലിയ തോതിലുള്ള പോളറൈസേഷൻ, ഈ രീതിയിലുള്ള മതപരമായ പോളറൈസേഷൻ ഉണ്ടായിട്ടുണ്ട്.
അതിനിയും ഉണ്ടാകാം. ന്യൂനപക്ഷങ്ങൾ മുഴുവൻ ബി ജെ പിക്ക് എതിരായിരുന്നു, അല്ലെങ്കിൽ എതിരായിട്ട് നിൽക്കുന്നു, ആ വോട്ടൊന്നും ബി ജെ പിക്ക് കിട്ടില്ല എന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. അതൊക്കെ മാറി മറിഞ്ഞു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി നടത്തിയിരിക്കുന്ന അല്ലെങ്കിൽ RSSൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇടപെടൽ പോലെ തന്നെ വളരെ ശ്രദ്ധയാകർഷിക്കാൻ പോകുന്നൊരു വിഷയം കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നു, അതിൽ ഇടപെടുന്നു, എങ്ങനെ വോട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നിരവധി മണ്ഡലങ്ങളിൽ മതന്യൂനപക്ഷങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് ഈ തെരഞ്ഞെടുപ്പിലെ ഫലനിർണ്ണയത്തെ വലിയൊരളവിൽ സ്വാധീനിക്കാൻ പോവുകയാണ്. അത് മതന്യൂനപക്ഷങ്ങളുടെ മനസ്സിൽ വലിയൊരളവിൽ ഭീതി വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. നേരത്തെ ചർച്ച ചെയ്ത ഘടകങ്ങൾ ആരെയാവും സഹായിക്കുക? കേരളം ഇക്കുറി ആർക്കൊപ്പമായിരിക്കും? ഈ 5 വർഷം നമ്മളെ ഭരിച്ച, ഈ 5 വർഷം പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന VM സുധീരൻ കൊള്ളക്കാരെന്ന് വിശേഷിപ്പിച്ച അതേ മന്ത്രിമാർ തന്നെ വീണ്ടും മന്ത്രിമാരെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു ചിത്രം തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അതൊരു അസ്വാരസ്യം ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. ഒരു പ്രൊഫഷണൽ ഏജൻസി നടത്തിയിട്ടുള്ള സർവേയിലും നമുക്ക് UDF അധികാരത്തിൽ തിരിച്ചു വരാൻ പറ്റും എന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ കാണുന്നത് സാമാന്യേന തുല്യം എന്ന തരത്തിലുള്ള വലിയ ഒരു കടുത്ത മത്സരത്തെ തന്നെയാണ്. ഈ മത്സരത്തെക്കുറിച്ച് നമ്മളിങ്ങനെ പറയുമ്പോൾ തന്നെ മറ്റ് പലയിടങ്ങളിലും തുല്യ മത്സരമെന്ന് പറഞ്ഞിടത്ത് നമ്മയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ജനങ്ങൾ അവരുടെ ഒരു വിധി എഴുതിയ അനുഭവം നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആര് ജയിക്കും ആര് തോൽക്കും എന്നതിനെക്കുറിച്ച് വോട്ടെടുപ്പിനും വോട്ടെണ്ണലിനും മുൻപായിട്ട് ഒരു വിധി നിർണയ സ്വഭാവത്തിലുള്ള ഏത് പ്രസ്താവനയും ഒരു മൗഢ്യമാകുമെന്ന് പറഞ്ഞത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രകടമായത് കൂടി പരിഗണിക്കുമ്പോൾ ഇടതുപക്ഷത്തിനാണ് ഞാൻ സാധ്യത കാണുന്നത്. ഒരു ആൻറ്റി ഇൻക്യുബൻസി എപ്പോഴും കേരളത്തിൻ്റെ സ്വഭാവത്തിൽ തന്നെയുണ്ട്. ഇതൊക്കെ സാധ്യതകൾ മാത്രം. ആരുടെയും നിരീക്ഷണ പദങ്ങളിലെത്താത്ത അടിയൊഴുക്കുകൾ വേറെയും ഉണ്ടാകും. ഒരുപക്ഷെ അപ്പോൾ എല്ലാ നിരീക്ഷണങ്ങളും അർത്ഥരഹിതവും ആവാം. ഇന്നിപ്പോ ആ ചാള ഇല്ല, കേരളത്തിൽ തന്നെ ഇല്ല. കേരളത്തിലെ തീരദേശ ജീവിതം വൻ പ്രതിസന്ധിയിലായിട്ട് നാളേറെയായി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സ്ഥിതി ഏതാണ്ട് ഒരുപോലെയാണ്. കേരള തീരത്ത് മീൻ കിട്ടുന്നതിൽ വന്നിട്ടുള്ള കുറവ് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ദുരിതത്തിലാക്കിയിട്ടും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ആരും ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അന്വേഷിക്കുന്നില്ല. മത്തി, അയില ഒക്കെ വളരെ കുറഞ്ഞുപോയി, നെത്തോലി കുറഞ്ഞുപോയി, ഈ പരവ കുറഞ്ഞുപോയി, അടുപരവ എന്ന് പറയും ഞങ്ങൾ. പക്ഷെ ആ മീനൊക്കെ വളരെ ദുർലഭപ്പെട്ട് ഒക്കെ നശിച്ചു പോയെന്നാണ് പറയണത്. വെള്ളാപോലി വന്നോളൂ വന്നോളൂ വന്നോളൂ. ആ അവിടെ 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 കേരളത്തിലെ തന്നെ പ്രധാന മത്സ്യമാർക്കറ്റുകളിലൊന്നാണ് ചാവക്കാട്. പുലർച്ചെ 3 മണിക്ക് തന്നെ മീൻ കയറ്റിയ വാഹനങ്ങൾ ഇവിടെ എത്തും. ഇടനിലക്കാരും കച്ചവടക്കാരുമായി 7 മണിവരെ ഈ മാർക്കറ്റ് സജീവമാകും. വിവിധ ജില്ലകളിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും അന്താരാഷ്ട്ര വിപണിയിലെയും മത്സ്യലഭ്യതയും വിലയുമെല്ലാം ഇവർക്കറിയാം. കാരണം ഇവിടെ നിന്നെല്ലാം ചാവക്കാട്ടേക്ക് മത്സ്യമെത്തുന്നുണ്ട്. എന്നാൽ ചാവക്കാട് കടപ്പുറത്തേക്ക് വിവിധതരം മത്സ്യങ്ങളുമായി എത്തുന്ന 100 കണക്കിന് ബോട്ടുകളും ചെറുവഞ്ചികളും ഈ മീൻ മാർക്കറ്റിനെ നിയന്ത്രിച്ചിരുന്ന കാലം ഇപ്പോൾ ഓർമ്മ മാത്രമാണ്. വഞ്ചിയും വലയും എല്ലാ ഉപകരണങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മെല്ലെ കുറച്ച് കൊണ്ടുവന്ന് ബോട്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കടലുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതാണ്. ഈ സുനാമി വരണ മുമ്പിട്ടുണ്ടായതാണ്. അതിനുശേഷം കടലിൽ മത്സ്യം കുറഞ്ഞു, ഞങ്ങളെ ജീവിതം തന്നെ പരാജയത്തിലായി.
സംസ്ഥാനത്ത് മത്സ്യലഭ്യത 16% കുറഞ്ഞതായുള്ള കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിൻ്റെ പഠന റിപ്പോർട്ട് വരുന്നതിനും എത്രയോ മുൻപ് തന്നെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് മത്സ്യമില്ലാതാകുന്നതായുള്ള മുന്നറിയിപ്പ് ഇവർ നൽകിയിരുന്നു. മീനുകളില്ലാതാകുന്നതിൻ്റെ കാരണവും അനുഭവങ്ങളിലൂടെയാണ് ഇവർ കണ്ടെത്തുന്നത്. വംശനാശം പ്രധാനപ്പെട്ട കാരണം വിദേശ ട്രോളിംഗ് പുറംകടലിലുള്ള ഒരു പിടുത്തം. ഇവിടുന്ന് പിടിക്കുന്ന വെള്ളാവലിയാണ് ഈ കടപ്പുറത്ത്. പക്ഷേ ഇതിപ്പോൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ അപൂർവമാണ്. ഇപ്പോൾ 1 കിലോ നല്ല ഒരു 1/2 കിലോൻ്റെ തൂക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ 900-1000 രൂപ കൊടുക്കണം. സാധാരണക്കാരന് കിട്ടാൻ പ്രയാസമാണ്. കണ്ടു കൊതിക്കാന്നല്ലാണ്ട് 1000 രൂപ കൊടുത്തിട്ട് ഒരാൾ മേടിക്കാൻ പ്രയാസമാണ്. പക്ഷേ ഇത് ഇങ്ങനെയുള്ള ചെറുമീൻ പിടിക്കുന്നതുകൊണ്ട് വലിയ വലിയ ബോട്ടുകൾ പിടിച്ചിട്ട് ഇതാക്കണ കാരണം വംശനാശങ്ങൾ ഉണ്ടാവുന്നത്. അല്ല, ഇങ്ങനെ ഇല്ലാതായ മീനുകളുണ്ടോ? ഒരുപാടുണ്ട്. അത് ഈ സുനാമി കഴിഞ്ഞതിന് ശേഷം ഇത്രയും മീൻ കുറയാനുള്ള കാരണം എന്തെന്നുള്ളത് മത്സ്യത്തൊഴിലാളികൾക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് പോയ മീൻ കിട്ടുന്നില്ല. എന്തുകൊണ്ടത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ സാധാരണക്കാർക്കൊന്നും ഒരു പിടി കിട്ടുന്നില്ല. അത് അതിൻ്റെ വിദഗ്ധർ ശരിയാക്കി കൊടുക്കണം. നൂറുകണക്കിന് ആളുകളാണ് ഈ മാർക്കറ്റിൽ നിന്ന് മാത്രം മത്സ്യക്കച്ചവടം ഉപേക്ഷിച്ച് മറ്റു പണികളിലേക്ക് മാറിയത്. മത്സ്യക്കറി മനുഷ്യർക്ക് വേണം, പച്ചക്കറി കൃത്രിമമാണ്. മുൻ കാലഘട്ടത്തിൽ ഞങ്ങൾ മീൻ കറി മാത്രമേ കഴിക്കുള്ളൂ. ഞങ്ങളെ തന്താർക്കോ ഞങ്ങളെ അമ്മമാർക്കോ ഒരു അസുഖം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മത്സ്യം വളരെ കുറവാണ്. 1 കിലോ മത്തിക്ക് 140 രൂപ ഞങ്ങൾ സാധാരണക്കാർ വാങ്ങണം. കാലാവസ്ഥാ വ്യതിയാനം മത്സ്യസമ്പത്തിൻ്റെ കുറവിന് കാരണമായതായി കേന്ദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിൻ്റെ പഠനം വ്യക്തമാക്കുന്നു. കടലിൻ്റെ അടിത്തട്ടിൽ താപനില കൂടിയത് ആവാസ വ്യവസ്ഥയിൽ മാറ്റമുണ്ടാക്കി. ലോകവ്യാപകമായി ഈ പ്രതിഭാസം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം മത്സ്യബന്ധന രീതികളിൽ വന്ന മാറ്റങ്ങളും പ്രതികൂല ഘടകമായി. എന്നിട്ടും മത്സ്യസമ്പത്ത് നിലനിർത്താനും കൂട്ടാനുമുള്ള ശാസ്ത്രീയ നടപടികൾ ഉണ്ടാകുന്നില്ല. അനുദിനം വറുതിയിലാകുന്ന തീരവാസികളുടെ ആശങ്കയും പരിഹരിക്കപ്പെടുന്നില്ല. ബോട്ടുകാർ ഒരു ഇത്ര കിലോമീറ്റർ അകലെ അടിക്കാന്നുള്ള ഇതുണ്ട്. ഇതിപ്പോൾ ബോട്ട് വന്നിട്ട് മണ്ണിൽ കരക്ക് വന്നിട്ടാണ് വലടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വലടിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഈ പൊടി മീനടക്കം മൊത്തം അവർ വലിച്ചു കയറ്റുക. ചേറിൻ്റെ മുകളിൽ കൂടി പോണ സാധനത്തിന് കമ്പ്യൂട്ടറിൽ നിങ്ങൾ കാണുന്നു. അപ്പോൾ അതിനും അടിക്കുകയാണ്. അപ്പോൾ ഈ ലൈലൻഡും ഡപ്പ ബോട്ട് ആണ് ഏറ്റവും വലിയ ചതി. ചാവക്കാട് പുത്തൻകടപ്പുറത്തെ പ്രൗഢകാലത്തിൻ്റെ ഓർമ്മകളാണ് ഈ മീൻ ചാപ്പകൾ. ഇവിടുത്തെ തൊഴിലാളികൾ കടലിൽ നിന്നെത്തിക്കുന്ന മത്സ്യം സൂക്ഷിച്ചിരുന്നത് ഈ ചാപ്പകളിലാണ്. ഇവിടെ ചാപ്പകളൊക്കെ തിങ്ങി നിറയും തൂക്കിയിട്ട്. നമ്മൾ കയറ്റി കാഴ്ച കൂടാണ്ട് പിന്നെ മീൻ ഇഷ്ടം പോലെ കിട്ടി. ഇവിടെ ചാപ്പകൾ കടലോരത്ത് എല്ലാം. ഇപ്പം നമ്മളെ ഈ പുത്തൻകടപ്പുറത്ത് തന്നെ ഒരു 10-200 ചാപ്പുണ്ടായിരുന്നു ഇതേമാതിരത്തെ ഷെഡുകൾ. ഇടയ്ക്കൂരുണ്ട്. അപ്പോൾ പല രാജ്യത്തും അതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ചാവക്കാട് കടപ്പുറത്തെ മാത്രം കാഴ്ചയല്ല. 15 വർഷം മുമ്പ് എപ്പോഴും സജീവമായിരുന്ന കടപ്പുറങ്ങളാണ് ഈ തിരുവത്ര പുത്തൻകടപ്പുറം, അതുപോലെ അണ്ടത്തോട്, പാലപ്പെട്ടി, പൊന്നാനി. ഇപ്പോഴും ഇതുപോലെ നടക്കുന്നുണ്ടെങ്കിലും ഇത്ര തന്നെ ഇതല്ല, സജീവമല്ലാത്തൊരവസ്ഥയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് കൂട്ടായിൽ നന്നായി മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പറവണ്ണ, അപ്പുറത്ത് തേവരകടപ്പുറം, ഉണ്ണിയാൽ എന്നൊക്കെ പറയുന്ന ഭാഗമുണ്ട്. അതുപോലെ താനൂർ, പരപ്പനങ്ങാടി. ഇപ്പോൾ ഉണ്ണിയാൽ, പറവണ്ണ ആ ഭാഗത്തൊന്നും മീൻ പിടുത്തമില്ല, പാലപ്പെട്ടിയിൽ മീൻ പിടുത്തമില്ല. വള്ളങ്ങളില്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആഗോളതാപനം ഒരു പ്രശ്നമാണ് ഇതിൻ്റെ ഈ കാര്യത്തിൽ. പ്രത്യേകിച്ചും സീ സർഫേസ് ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് പലപ്പോഴും മത്സ്യസമ്പത്തിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവാൻ പ്രത്യേകിച്ച് കാരണം. പല മത്സ്യങ്ങളും ചില ഉഷ്ണമേഖലയിൽ മാത്രം കാണുന്ന മത്സ്യങ്ങളാണ്. ചാള പോലത്തെ മത്സ്യങ്ങൾ കേരളത്തിൽ നല്ലോണം കണ്ടുകൊണ്ടിരുന്നൊരു കാലത്ത് ഇപ്പോൾ ഈ സീ സർഫേസ് ടെമ്പറേച്ചർ ഉണ്ടാകുന്ന വ്യത്യാസം, ഇവരുടെ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് ഇവർ പലപ്പോഴും വേറെ ദിശകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാമെന്ന് കാണാറുണ്ട്. രാജ്യത്ത് 2012 മുതൽ 2015 വരെയുള്ള 3 വർഷം കൊണ്ട്
5 ലക്ഷം ടൺ മത്സ്യം കുറഞ്ഞതായാണ് കണക്കുകൾ. മത്സ്യബന്ധന രാജ്യമെന്ന നിലയിൽ ലോകത്ത് 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. അതുകൊണ്ട് തന്നെ വിദേശ നാണ്യം നേടിത്തരുന്നതിലും മത്സ്യമേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. മത്സ്യലഭ്യതയെക്കുറിച്ചെന്ന പോലെ വിപണിയുടെ കുത്തകവൽക്കരണത്തെക്കുറിച്ചും പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ നടത്തുന്ന ട്രോൾ ബാൻ പലപ്പോഴും നമ്മൾ വളരെ പണ്ട് 80കളിൽ നിജപ്പെടുത്തിയിട്ടുള്ള ഒരു ട്രോൾ ബാൻ സമ്പ്രദായമാണ്. പല മത്സ്യങ്ങൾക്കും അതിൻ്റെ പ്രജനനം ഈ ആവാസ വ്യവസ്ഥ മാറുന്ന കാരണം കൊണ്ട് ആഗോളതാപനം കാരണം കൊണ്ട് വ്യത്യാസങ്ങളും വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് ഈ ട്രോൾ ബാൻ ഈ മത്സ്യങ്ങളെ സംരക്ഷിക്കുന്നതാണോ എന്നുള്ളൊരു പഠനം നടത്തേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു ഘട്ടമാണ്. കേരളത്തിൽ 2 വർഷത്തിനിടെ മത്സ്യലഭ്യത 3-1 കുറഞ്ഞത് ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവനത്തെ നേരിട്ട് ബാധിക്കും. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും ഭക്ഷണശീലങ്ങളിലെ മാറ്റങ്ങൾക്കും കാരണമാകും. ദിവസം ഇവർ ഡീസലായാലും പെട്രോളായാലും കത്തിച്ച് പോയി കഴിഞ്ഞാൽ ഒരു 10-15,000 രൂപയുടെ നഷ്ടം വരുന്നുണ്ട്. മീനുണ്ടെങ്കിൽ മീനുള്ളിടത്ത് പോയിട്ട് എടുക്കാവുന്ന സെറ്റപ്പിൽ പോയി കഴിഞ്ഞാൽ പോലും അത് ഡെയിലി ഇവർക്ക് പറ്റില്ല. ഈ നഷ്ടങ്ങളൊക്കെ ഒരിക്കൽ മീൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് തിരിച്ചു കിട്ടുന്നുള്ളൂ. ഇത് തിരിച്ചു കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. മറ്റതൊക്കെ ഒരു ചെമ്മീൻ മഴക്കാലത്തൊക്കെ ഒരു പ്രാവശ്യം ചെമ്മീൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരു വർഷത്തെ കടങ്ങളെങ്കിലും നീങ്ങുമായിരുന്നു. ഇപ്പോൾ ഒരു 2-3 വർഷത്തെ വ്യാപകമായി വാളയാറിൽ ഒരു മാൻ പാർക്കുണ്ട്. അവിടുത്തെ ചില ആത്മബന്ധങ്ങളുടെ വിശേഷങ്ങളാണ് ഇനി. കരോലിനും റൂബിനും ഇങ്ങനെ നീട്ടി വിളിച്ചാൽ വിളി കേട്ട് അടുത്തു വരാത്ത കലമാനുകളും പുള്ളിമാനുകളുമില്ല 120 ഏക്കറോളം വിസ്തൃതിയുള്ള ഈ തേക്കിൻ കാടിനുള്ളിൽ. ഇവരുടെ ഭാഷ മാനുകൾക്കറിയാം, മാനുകളുടെ ഭാഷ ഇവർക്കും. 1.5 പതിറ്റാണ്ടായി ഉണ്ടാക്കിയ ആത്മബന്ധമാണിത്. പാർക്കിൽ ഇപ്പോൾ ഉള്ളത് 12 കലമാനുകളും 2 പുള്ളിമാനും. സൂര്യ, സുന്ദരി, ചെറിയ തമ്പി, പ്രിയ എല്ലാവർക്കും ഓരോ പേരുകളുമുണ്ട്. കഴിഞ്ഞ 2 വർഷമായി സന്ദർശകർക്ക് പ്രവേശനമില്ലാത്തതിനാൽ ഈ ദിവസവേതനക്കാരായ ജീവനക്കാരുടെ മനുഷ്യ സാന്നിധ്യം മാത്രമേ പതിവായി പാർക്കിലുള്ളൂ. ലാണ് റൂബിയും കരോലിനും സനൽകുമാറും പാർക്കിലെത്തുന്നത്. ജീവിതത്തിൽ തന്നോട് മനുഷ്യരെക്കാൾ അടുപ്പം കാട്ടിയത് ഈ മിണ്ടാപ്രാണികളാണെന്ന് കരോലിൻ പറയുന്നു. സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് ഇവർ ഈ മാനുകളെ കാണുന്നതും. സ്വന്തം മക്കൾ വിളിച്ചാൽ വരില്ല, പക്ഷെ കാൽപരിമാറ്റം കേട്ടാൽ എത്ര അകലെയാണെങ്കിലും കലമാനുകൾ എത്തുമെന്ന് ഇവർ. ഈ ഒരു വൈകാരിക അടുപ്പം കാരണമാണ് 20 കിലോമീറ്റർ അകലെ നിന്നും കരോലിനും സെലിനും സനൽകുമാറും ഒരു ദിവസം പോലും മുടങ്ങാതെ ജോലിക്കെത്തുന്നത്. ഈ മാനും കൊണ്ടുപോകണം പറഞ്ഞ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാകും. അവരും ഞങ്ങളുമായിട്ട് ഒരുപാട് അടുപ്പത്തിൽ ഇരുന്ന് പോയി. ഇനി അതുകൾ പുറത്ത് വിട്ടാലും അത് ജീവിക്കില്ല, ഞങ്ങൾക്കും ബുദ്ധിമുട്ട്. മക്കളും കൂടി നമ്മളെ വിളിച്ചാൽ തിരിഞ്ഞ് നോക്കൂല. നമ്മളുടെ മാനിനെ വിളിച്ചാൽ സൂര്യ, ബിജിക്കുട്ടാന്ന് വിളിച്ചാൽ അപ്പം അടുത്ത് വന്ന് നിന്ന് തിരിഞ്ഞ് നോക്കാണ്ട് പോകില്ല. ഞങ്ങൾ അത്രയും കൊല്ലം ഇവരിന് കൂടെ സ്നേഹിച്ചിട്ട് ദിവസേനം വന്ന് അവരിനെ കൊണ്ട് ഒരു ദിവസം മുടങ്ങാണ്ട് വരികയല്ല. ഞങ്ങളുടെ കൂടെ നല്ല സ്നേഹമാണ്. സഹജീവി സ്നേഹത്തിനപ്പുറം മറ്റൊരു ദുരവസ്ഥയുടെ കഥ കൂടിയുണ്ട് ഈ പാർക്കിന്. ആ ദുരവസ്ഥ മാറ്റാൻ പക്ഷേ റൂബിനും കരോലിനും സനൽകുമാറും അശക്തരും. മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന് കാണിച്ച് നേരത്തെ കേന്ദ്ര സൂ അതോറിറ്റി അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയ പാർക്കാണിത്. ഇതോടെ പ്രവർത്തനവും താളം തെറ്റി. ഒരു പേരിന് മാത്രം വനം വകുപ്പ് നടത്തിക്കൊണ്ടുപോകുന്നു. പരിചരിക്കാൻ ഫണ്ടില്ല, ആസൂത്രണമില്ല. കലമാനുകളുടെ എണ്ണം കുത്തനെ കുറഞ്ഞു. സുരക്ഷിതമായ വേലിയില്ല. പുലി അടക്കമുള്ള വന്യജീവി ശല്യം രൂക്ഷവും. 5 വർഷം മുൻപ് 100ഓളം കലമാനുകളും പുള്ളിമാനുകളും ഉണ്ടായിരുന്നു.
ഇന്ന് 12 കലമാനും 2 പുള്ളിമാനും മാത്രം. ഈ 3 താൽക്കാലിക ജീവനക്കാർ അത്രത്തോളം അടുപ്പം കാണിക്കുന്ന മാനുകൾ ഓരോ വർഷവും അപ്രത്യക്ഷമാകുന്നു. ഇവരുടെ സങ്കടം മാത്രം ബാക്കി. പണ്ടിരുന്നത് ട്രക്കിംഗ് ഉണ്ടായിരുന്നു, 2 ആനകളുണ്ടായിരുന്നു, ആന സവാരി ഉണ്ടായിരുന്നു. ട്രക്കിംഗ് ഇങ്ങനെ കാറിലെടുത്തിട്ട് 3 കിലോമീറ്റർ റൗണ്ട് അടിച്ച് കൊണ്ടുപോയിരുന്നു. അന്ന് വരുമാനം ഉണ്ടായിരുന്നു. അന്ന് പ്രതിമാസം 25,000 രൂപ വരെ വരുമാനം വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ നശിച്ചുപോയി, കാട് മൊത്തം നശിച്ചുപോയി. മറ്റു വഴികളുണ്ടായിരുന്നെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകാനും ഇവർ തയ്യാറാണ്. പുറത്തുനിന്ന് പച്ചപ്പുല്ല് പറിച്ചെത്തിക്കുക, വെള്ളമൊരുക്കുക എന്നിവയാണ് താൽക്കാലിക ജീവനക്കാരുടെ ജോലി. വൈകിട്ട് 3 മണിയോടെ തീറ്റപ്പുല്ലുകൾ റെഡിയായിട്ടുണ്ടാകും. ഇപ്പോൾ തീറ്റപ്പുല്ല് കൃഷിയും പാർക്കിനോടനുബന്ധിച്ച് തുടങ്ങിയിട്ടുണ്ട്. മാനുകൾക്ക് നമ്മൾ തീറ്റ കൊടുക്കുന്നത് ഇവിടെ ഈ കോമ്പൗണ്ടിനകത്ത് പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് സ്ഥിരമായിട്ട് അതിൻ്റെ ഇത്ര അളവിൽ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കും. ഇത് കൂടാതെ നമ്മൾ പുറത്തുള്ള കാട്ടിൽ നിന്ന് ഇവിടെ നിന്ന് 1 കിലോമീറ്റർ, 2 കിലോമീറ്റർ, 3 കിലോമീറ്റർ, ഈ വേനൽക്കാലത്ത് ഒരുപാട് കിലോമീറ്റർ ദൂരെ പോയിട്ട് പുറത്ത് ഉൾക്കാട്ടിൽ നിന്ന് പച്ചയുള്ള പുല്ലുകളും ചപ്പുകളും കെട്ടുകണക്കാക്കി കൊണ്ടായിട്ടാണ് ഇവർക്ക് കൊടുക്കുന്നത്, മാനുകൾക്ക് കൊടുക്കുന്നത്. പാർക്കിന്റെ നിലനിൽപ്പിനനുസരിച്ചാണ് കരോലിന്റെയും റൂബിയുടെയും സനൽകുമാറിന്റെയും ജോലിയുടെ ഭാവി. അധികൃതർ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ സുന്ദരിയെയും ചെറിയ തമ്പിയെയും സൂര്യയെയും ഒക്കെ അടുത്ത തവണ കാണാൻ പറ്റുമോ എന്ന നിശ്ചയമില്ലെന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നു. ഈ ലക്കം ബിയോണ്ട് ദ ഹെഡ്ലൈൻസ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മീഡിയ 1-ൽ. നന്ദി, നമസ്കാരം.